ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീക്കെൻഡ് വന്നു. അപ്പോൾ വീക്കെൻഡ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് റിഫ്രഷ് ചെയ്യാനും അതുപോലെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഞങ്ങളിത് താഴെ നടക്കാനും കുട്ടികളെയൊക്കെ കൊണ്ട് സൈക്ലിങ്ങിനൊക്കെ പോകുന്ന സമയമാണ് കേട്ടോ, വൈകിട്ടൊക്കെ ആകുമ്പോൾ. അതുപോലെ ബേസ്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും കുറച്ച് സമയം സൈക്ലിങ് കാര്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. പുറത്ത് മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേസ്മെൻറ്റിൽ സൈക്ലിങ് അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അനൂപേട്ടൻ ബൈക്ക് ഓടിക്കുന്നുണ്ട്. ബൈക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ശരിയാക്കുന്നത് തന്നെ. മുന്നേ അനൂപേട്ടനൊരു ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ബൈക്ക് ഇപ്പോൾ എടുക്കുന്നത് തന്നെ. അപ്പോൾ കുട്ടികളും എല്ലാവരും കൂടെ ഒന്ന് റിലാക്സ് ചെയ്യണം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ എക്സാം ആയിരുന്നു, യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞു. പിന്നെ ചൂച്ചൂനാണെന്നുണ്ടെങ്കിൽ പനിയായിരുന്നു. ഇവിടെ ബാംഗ്ലൂരാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങളുടെ സീസണാണെന്ന് തന്നെ പറയാം. ഇവിടെ കൺജങ്ക്റ്റിവൈറ്റിസ് അതുപോലെ ഈ ഐ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്, പിന്നെ പനി. ഈ എക്സാമിൻ്റെ സമയത്തൊക്കെ സ്കൂളിലാണെന്നുണ്ടെങ്കിലും ഒക്കെ പനി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ചൂച്ചുവാണെന്നുണ്ടെങ്കിൽ 2 എക്സാം മിസ് ചെയ്തു പനിയായിട്ട്. നല്ല ഹൈ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. എനിക്കാണെന്നുണ്ടെങ്കിലും അലർജിയുടെ ഇഷ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഡ്രൈവിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഞാൻ 4 വീലറിൻ്റെ ലൈസൻസ് മുന്നേ എടുത്തിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ഡിഗ്രിക്കൊക്കെ പഠിക്കണ ആ ഒരു സമയത്ത് കോളേജ് ടൈമിലൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 വീലറിൻ്റെ ലൈസൻസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ 2 വീലർ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. പക്ഷേ സൈക്കിൾ ബാലൻസ് ഉള്ള കാരണം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ രാവിലെ ഡ്രൈവിംഗ് പ്രാക്ടീസിനൊക്കെ പോയതിന് ശേഷം പിന്നെ അത് എളുപ്പത്തിൽ നമുക്കൊരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, വലിയ കഷ്ടപ്പാട് കാര്യങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ ഇന്ന് സ്കൂളിൽ PTM ഉണ്ട്, എക്സാമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ അത് ഒരു 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കണ സമയത്ത് അതിലേക്ക് മുട്ടത്തോട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മുട്ടത്തോട് ആ ഒരു ഷെല്ല് ഉപയോഗിച്ച് തന്നെ നമുക്കത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സ്പൂണൊക്കെ വെച്ച് എത്ര എടുക്കാൻ ശ്രമിച്ചാലും അത് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. പലരും പറയണ ഒരു പ്രശ്നമാണ്. പിന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചാൽ മുട്ട കൂടി ചേർത്തിട്ട് നമുക്കതൊരു ഓംലേറ്റിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എളുപ്പത്തിലുള്ളതാണ്. അതിന് ശേഷം ഞാൻ അതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാൻഡ്വിച്ച് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതേ മുട്ടയൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം അതൊക്കെ നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിച്ച് ടോസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ബട്ടറൊന്നും ഉപയോഗിക്കില്ല, സാധാരണ സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ വെറുതെ പ്ലെയിനായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം. പക്ഷെ ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ 2 ഭാഗവും മറച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുക്കണം ആ ഒരു രീതിയിലേക്കൊന്നും ആക്കുന്നില്ല കേട്ടോ. അതുപോലെ എല്ലാ ബ്രെഡും ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. അതിന് ശേഷം പിന്നെ നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ തക്കാളി സവോളയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഓരോരുത്തർക്കും വെജിറ്റബിൾസ് കാര്യങ്ങളുടെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപോലെയല്ല. സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് സാൻഡ്വിച്ചാണ്. അത് കൂടുതൽ വെജിറ്റബിൾസിൻ്റെ കാര്യത്തിലാണെങ്കിലും സോസിൻ്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരാൾക്ക് മയണൈസ് ഇഷ്ടമാണെങ്കിൽ ഒരാൾക്ക് മയണൈസ് ഇഷ്ടമല്ല. കുട്ടികളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയല്ല.
അപ്പോൾ ഞാനിവിടെ കുറച്ച് മയണൈസ് ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചില്ലി സോസാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കണത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ബ്രെഡ് സ്ലൈസിൽ. പിന്നെ അടുത്ത സ്ലൈസിൽ മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണത് ഞാൻ കാണിക്കണത് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണതാവുമ്പോൾ ഇതിൽ സ്പൈസി ആയിട്ട് ഒന്നും ചേർക്കാറില്ല അങ്ങനെ. പിന്നെ ഒരു ചീസ് സ്ലൈസാണ് ഞാനിതിൽ വെച്ച് കൊടുക്കണത്. അപ്പോൾ അതിനു മുമ്പ് ഞാനിതിലേക്ക് ചില്ലി ഗാർലിക് സോസാണ് ചേർക്കണത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ട് അത്യാവശ്യം ഒന്ന് സ്പൈസി ആയിട്ട് തന്നെ ഈ ഒരു സാൻഡ്വിച്ച് മാറ്റും കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഓംലേറ്റിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുറിച്ചെടുത്ത ഒരു ടൊമാറ്റോ അതുപോലെ സവോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാനതിലേക്ക് ചേർത്തത് ഇറ്റാലിയൻ സീസണിങ് ആണ് കേട്ടോ. അതായത് ഒറിഗാനോ, ബേസിൽ ഫ്ലേക്സ് അതുപോലുള്ള കാര്യങ്ങൾ. അത് നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിൾ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പീസൊക്കെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ PTM കാര്യങ്ങൾക്കൊക്കെ പോയി. അവിടെ പിന്നെ ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാമെന്നില്ല. അത്യാവശ്യം സമയം എടുക്കാറുണ്ട് PTMന് പോകുന്ന സമയത്ത്. കാരണം എല്ലാ ടീച്ചേഴ്സിനെയും കണ്ട് അതിനൊക്കെ ശേഷമാണല്ലോ വരിക. അപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞു ശരിക്കും പറഞ്ഞു. അപ്പോൾ 2 കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് 2 കുട്ടികളുടെ ടീച്ചേഴ്സിനെ കാണണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം സമയമെടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു കടയിൽ പോയിട്ട് ഷവർമ ഓർഡർ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു പെണ്ണായിരുന്നു ഷവർമ കഴിച്ചത്. ഞങ്ങൾ കാറിൽ നിന്ന് ഷവർമ കഴിച്ചു. ഞാനതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ ഷവർമ കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കണമെന്നൊന്നും പറയരുത്. പിന്നെ കുട്ടികൾക്ക് KFCന്ന് ഫുഡ് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് അവർക്ക് ബർഗർ അതുപോലെ ഫ്രൈസ് പിന്നെ പോപ്കോൺ ചിക്കൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലിഷ്ടം പോലെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കണേന്ന്. പക്ഷെ നമ്മൾ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ വിശക്കുന്ന സമയത്ത്. അപ്പോൾ അതെന്തായാലും പുറത്തുനിന്ന് നമുക്ക് എന്തായാലും കഴിക്കേണ്ടി വരും. പിന്നെ ഡെയിലി ബേസിൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തന്നെയാണ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാനുണ്ടാക്കുന്ന ഫുഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുറത്തുനിന്ന് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിവിടെ പ്രസ്റ്റീജിൻ്റെ പുതിയൊരു പ്രൊജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രസ്റ്റീജ് ലാവണ്ടർ എന്ന് പറഞ്ഞിട്ട് പ്രസ്റ്റീജ് ലേക്ക് സൈഡ് ഹാബിറ്റാറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾ പോയി നോക്കണം എന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട്. അപ്പോൾ വീക്കെൻഡൊക്കെ ആയ കാരണം ഇന്നിപ്പോൾ കുറച്ച് സമയമുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 3 BHK 4 BHK ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മോഡൽ ഫ്ലാറ്റ് പോയി കാണാം എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബാൽക്കണി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 4 ബാൽക്കണി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഇപ്പോൾ ചെടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചെടികൾ വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം അപ്പാർട്ട്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി കണ്ട് നടന്ന് ഞങ്ങൾക്ക് 2 പേർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ കിച്ചൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ കിച്ചൺ പിന്നെയും കുറച്ച് സ്പേസ് ഉണ്ട്. ഫ്ലാറ്റുകളുടെ കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ഒരുപാട് സ്പേഷ്യസ് ഒന്നും ആയിരിക്കില്ലല്ലോ, ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അതുപോലെ സർവൻസിന് വേണ്ടിയിട്ടുള്ള സർവൻസ് ബാത്റൂം അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ കിച്ചണിൻ്റെ തൊട്ടടുത്ത് കിച്ചണോട് ചേർന്നൊരു ബാൽക്കണി ഉണ്ടായിരുന്നു. അതുപോലെ ബെഡ്റൂംസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പേസ് സേവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സ്ലൈഡിങ് ആയിട്ടുള്ള ടൈപ്പുള്ള വാർഡ്രോബിൻ്റെ ഡോറ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്പേഷ്യസ് അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ വീട് വയ്ക്കുന്നത് അതുമായിട്ട് നമുക്കൊരിക്കലും ഫ്ലാറ്റുകളെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ മാക്സിമം നമുക്ക് സ്പേസ് സേവ് ചെയ്യാവുന്ന ഒരു രീതിയിൽ വേണമല്ലോ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് നടന്ന് കണ്ട് നല്ല അപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്ക് പറയാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു മോഡൽ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നന്ദുവിനെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിനെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കണം.
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.